വാരപ്പട്ടി പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായത് തങ്ങളെ അവഗണിച്ചതുകൊണ്ടാണെന്ന് CPI ലോക്കൽ കമ്മിറ്റി. വാരപ്പട്ടി പഞ്ചായത്തിൽ ഇടതുഭരണം വരുന്നതിനുള്ള സാധ്യത നഷ്ടമാക്കിയത് 2 CPM നേതാക്കളുടെ പിടിവാശി കാരണമാണെന്നാണ് CPIയുടെ ആരോപണം. വാരപ്പട്ടി പഞ്ചായത്തിൽ ഇടതുഭരണം വരുന്നതിനുള്ള സാധ്യത നഷ്ടമാക്കിയത് CPMലെ 2 നേതാക്കളുടെ പിടിവാശി മൂലമാണെന്നാണ് CPIയുടെ ആരോപണം. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാരപ്പട്ടി പഞ്ചായത്തിൽ CPIയെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ജയിക്കാം എന്നാണ് CPM കരുതിയതെന്നും ഇതുമൂലം സംഭവിച്ച നഷ്ടത്തെ പുനഃപരിശോധിക്കുകയും ചെയ്യണമെന്നാണ് CPI പറയുന്നത്. വാരപ്പട്ടിയിൽ 4, 5, 6, 7, 8, 10 വാർഡുകളിൽ LDFന് തോൽവിയാണ് സംഭവിച്ചത്. അതേസമയം 2, 13, 15 വാർഡുകൾ നേടാനായി. എന്നാൽ CPIയെ കൂടെ ഒപ്പം നിർത്തി മത്സരിച്ചിരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ട വാർഡുകളിൽ ചിലതെങ്കിലും നേടാനാകുമായിരുന്നുവെന്നും UDFന്റെ വോട്ട് ശതമാനം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നുവെന്നും CPI പറയുന്നു. UDF തരംഗം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്നുവെങ്കിലും പല്ലാരിമംഗലത്തും വാരപ്പെട്ടിയിലും പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് ഭരണം നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. LDF സംവിധാനം നടപ്പിലാക്കാത്തതിൻ്റെ ഒരു പോരായ്മയാണ് ഈ വലിയ പരാജയത്തിന് കാരണമായത്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതുക്കിയ വാർഡ് ഉൾപ്പെടെ 14 വാർഡുകളാണുള്ളത്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരാൾ മാത്രമേ വിജയിച്ചു. 10, 11 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചവർ 3ാം സ്ഥാനത്ത് പോയി. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് LDF എന്ന നിലയ്ക്ക് CPI കൂടി യോജിച്ച് നിന്നിരുന്നുവെങ്കിൽ ആ വാർഡിൽ വിജയം നമുക്ക് സുനിശ്ചിതമായിരുന്നു. അതുപോലെ 13ാം വാർഡിൽ 3 വോട്ടിനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തോറ്റത്. ഇതെല്ലാം അടിവാട് കേന്ദ്രമായി വരുന്ന ശക്തമായ CPIക്ക് ബ്രാഞ്ചുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒരു LDF സംവിധാനത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഇവിടെ ഭരണം നിലനിർത്തുക മാത്രമല്ല ഒരു 4 സീറ്റെങ്കിലും നിഷ്പ്രയാസം വിജയിച്ചു വരാൻ കഴിയുമായിരുന്നു. തൊട്ടടുത്തുള്ള പല്ലാരിമംഗലം പഞ്ചായത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് നേരിട്ടതെന്നും ഇവിടെ 11ാം വാർഡിൽ CPMന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയതായും 13ാം വാർഡിൽ 3 വോട്ടിന് സീറ്റ് നഷ്ടമായതായും CPI നേതാക്കൾ പറയുന്നു. മുന്നണി സംവിധാനത്തിൽ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ വാരപ്പട്ടി പഞ്ചായത്തിൽ ഭരണം ലഭിക്കുകയും ഒപ്പം പല്ലാരിമംഗലം പഞ്ചായത്തിൽ LDFന് ഒരു സീറ്റ് ലഭിച്ചെടുത്ത് 4 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമായിരുന്നുവെന്നും CPI ലോക്കൽ കമ്മിറ്റി വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ CPI നേതാക്കളായ MS അലിയാർ, AP റഹീം, ടോമി ആന്റണി, ഷാഹുൽ ഹമീദ്, രാജശേഖരൻ നായർ, OM ഹസൻ, MN രമണൻ, KA നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.